നമസ്കാരം. ഇന്നു ഞാൻ വ്യാഴദശാകാലത്ത് ലഭിക്കാവുന്ന പൊതുവായ ദശാകാല ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ദശാഫലങ്ങളെല്ലാം ദശാനാഥന്മാർ ജാതകവശാൽ ഏതേതു ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നും ഏതേതു ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളതെന്നും അവരുടെ സ്ഥാനബലം തുടങ്ങി ബലാബലങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായി ദശാഫലങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ. എങ്കിലും വ്യാഴദശാകാലത്ത് ലഭിക്കാവുന്ന സാമാന്യ ഫലങ്ങൾ പറയുന്നു. ധർമ്മപ്രവൃത്തികൾ ചെയ്യും, സന്താനങ്ങൾ ഉണ്ടാകും, ഉന്നത അധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കും, പൊതുജനങ്ങളാൽ ആദരിക്കപ്പെടും, വാഹനങ്ങൾ വാങ്ങും, സ്ഥാനകയറ്റം, വ്യവഹാര വിജയം, തൊഴിലിൽ അഭിവൃദ്ധി, വിവാഹം, ധനാഭിവൃദ്ധി, കുടുംബസുഖം എന്നിവ ലഭിക്കും. വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. ബലവാനായ ശുഭഗ്രഹങ്ങൾ എപ്പോഴും ശുഭകരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ വ്യാഴം 4, 7, 10 എന്ന കേന്ദ്രരാശികളുടെ ആധിപത്യമുള്ളപ്പോഴും 3, 6, 11 എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ളപ്പോഴും വ്യാഴം ഒരു പാപഗ്രഹമായി മാറുന്നു. ഇപ്രകാരമുള്ള വ്യാഴത്തിന്റെയും ബലഹീനനായ വ്യാഴത്തിന്റെയും ദശാകാലങ്ങളിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ കുറയും. കൂടാതെ അന്യദേശവാസം, രോഗം, ദുഃഖം, കളത്രപുത്രാദികൾക്ക് ദുരിതം, ദാരിദ്ര്യം, ധനഹാനി, പരാജയം, മാനഹാനി എന്നിവയാകും ഫലം. Please subscribe the channel. വാച്ച് ആൻഡല്ലേ ഒരു ജ്യോതിഷം ചാനൽ. Thank you for watching.